SD മൊമെന്റ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാഫുഷി ഐലൻഡ് ആണ്. ഇത് വൺ ഓഫ് ദി ലോക്കൽ ഐലൻഡ് ആണ്. ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെ പറ്റിയതാണ്. നമ്മൾ മാഫുഷി അവിടുന്ന് ഫെറി, മാൽദീവ്സ് മാലേ ഫെറിന്ന് ഒരു 30 മിനിറ്റ്സ് സ്പീഡ് ബോട്ടിൽ ഡ്രൈവ് ചെയ്താൽ മാഫുഷി എത്തും. ഈ ഐലൻഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണ്. കുറേ വാട്ടർ സ്പോർട്സ് അവൈലബിൾ ആണ്. എല്ലാം നല്ല ബഡ്ജറ്റ് പ്രൈസിലാണ്. നമ്മൾ ഇതേ സെയിം തിങ് നമ്മൾ റിസോർട്ടിൽ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഡബിൾ ദ പ്രൈസ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ടൂർ ഗൈഡ് ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. കാരണം ഇവിടെ മാഫുഷി ഐലൻഡ് ഇറങ്ങിയ ഉടനെ ഓൺ ദ വേ ടു നമ്മുടെ ഹോട്ടൽസിൽ നമ്മൾക്ക് ഇഷ്ടം പോലെ ടൂർ ഏജൻസിനെ കാണാൻ പറ്റും. ആൻഡ് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ചിൽഡ് ആൻഡ് എന്താ പറയുക വൈബിങ് ആൾക്കാരാണ്. ഫുൾ ടൈം മ്യൂസിക് വെച്ചിട്ട് ആ ഐലൻഡിൻ്റെ സൈഡൊക്കെ വൈബ് ചെയ്തിട്ടിരിക്കും. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കാണും, നമുക്ക് അവരുടെ കുസീൻസ് കാണും, പിന്നെ വേറെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ കാണും. അപ്പം നമുക്ക് 3 വഴിയുണ്ട്. ഒന്ന് ഫെറി ത്രൂ നമുക്ക് ഇവിടെ എത്താം, അതിൻ്റെ ചാർജസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ സ്പീഡ് ബോട്ട് ത്രൂ നമുക്ക് ഇവിടെ വരാം. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്പീഡ് ബോട്ട്. അത് നമ്മുടെ ഹോട്ടലിൽ തന്നെ നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു പ്രൈവറ്റ് ബോട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വന്നത് കാനി ഹോട്ടലാണ്. ഇതൊരു കാനി ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് കുറെ ഹോട്ടൽസ് ഉണ്ട് ഈ ഐലൻഡിൽ തന്നെ. അതിൽ വൺ ഓഫ് ദ ഐലൻഡ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, സീസൺ ആണെങ്കിലും ഓഫ് സീസൺ ആണെങ്കിലും. സോ പ്രയർ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പം ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തത് ഒരു ഡീലക്സ് റൂമാണ്. ഒരു വെൽ എക്യുപ്ഡ് ആയിരുന്നു, വിത്ത് AC ഉണ്ടായിരുന്നു, ടോയ്ലറ്ററീസ് ഉണ്ടായിരുന്നു, പിന്നെ വ്യൂ. എപ്പോഴും പ്ലീസ് ചൂസ് സീ വ്യൂ. കാരണം നമ്മൾ മാൽദീവ്സ് വരുന്നത് തന്നെ ആ ഒരു വ്യൂ കണ്ടിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഫ്രിഡ്ജസ് എല്ലാം കാലിയായിരിക്കും, കാരണം ഇതൊരു ഇസ്ലാമിക് കൺട്രി ആണ്. സോ ഡ്രിങ്കിങ് ഇസ് നോട്ട് അലൗഡ് ഇൻ ദ ലോക്കൽ ഐലൻഡ്സ്. അതിന് വേറെ സെപ്പറേറ്റ് തന്നെ അവർക്ക് പെർമിഷൻ ആൻഡ് അലവൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ നടുവ് സീയിൽ പോയിട്ട് ഒരു ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡ്രിങ്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട് അവർ സെറ്റപ്പ്. ദിസ് ഈസ് എ ബാൽക്കണി. ബാൽക്കണിത്തെ വ്യൂ ഇസ് അമേസിങ്. ആൻഡ് ഇതൊക്കെ ചെറിയ കുട്ടി റൂംസ് ആണ്. എൻ്റെ അവിടെ ബാൽക്കണിയിൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്ത് ഒരാളെ നിന്നാൽ നമുക്ക് ഈസിലി കാണാൻ പറ്റും. അപ്പോൾ അത്ര വലിയ സ്പേസ് ഒന്നുമില്ല. ബട്ട് എവറിത്തിങ് വാസ് വെരി ഗുഡ്. സീനറി വാസ് വെരി ഗുഡ്. നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാം. അവിടെ കുറേ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ടാവും, ജെറ്റ് സ്കീ നടക്കുന്നുണ്ടാവും. ഈ താഴെ കാണുന്നതാണ് ബിക്കിനി ബീച്ച്. ഇവിടെ മാത്രമേ നമുക്ക് ബിക്കിനി അലൗഡ് ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഇൻ ദ ലോക്കൽ ഐലൻഡ് ബിക്കിനീസ് അലൗഡ് അല്ല. അപ്പം എൻജോയ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മാൽദീവ്സിൽ ട്രാവൽ ചെയ്തത് ഓഫ് സീസൺ ടൈമാണ്. സോ ക്ലൈമറ്റ് വാസ് വെരി അൺപ്രഡിക്റ്റബിൾ. ചിലപ്പം റെയിൻ ഉണ്ടാവും, ചിലപ്പം റെയിൻ ഉണ്ടാവില്ല, ചിലപ്പം വെളിച്ചം വരും. ഇപ്പം മഴ വന്നു, പെട്ടെന്ന് മഴ വന്നു. സോ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. സോ ഇതാണ് അവിടുത്തെ ബീച്ച്. വെറുതെ വന്ന് ചുമ്മാ അവിടെ വന്ന് ഇരുന്നാലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇറ്റ്സ് വെരി ക്ലീൻ, വെരി നീറ്റ്, ആൻഡ് എല്ലാ ആൾക്കാരും വെരി ഫ്രണ്ട്ലി ആണ്. എന്തുണ്ടെങ്കിലും ആൻഡ് സേഫ്റ്റി ഈസ് ഓൾസോ, ദർ ഇസ് നോ കൺസേൺ ഫോർ അൺസേഫ്റ്റി ഇൻ ദാറ്റ് ഏരിയ. ഞങ്ങൾ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ഇറ്റ് വാസ് വെരി ഗുഡ്. സോ നമുക്ക് ജെറ്റ് സ്കീയും പാരാഗ്ലൈഡിങ്ങും പാരാസെയിലിങ്ങും ഒക്കെ ഇവിടുന്ന് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഞങ്ങളും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരാം എന്തൊക്കെയാണ് മെയിൻ ആക്ടിവിറ്റീസ് ഞങ്ങൾ എടുത്തത്. കാരണം കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. സോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റി. നല്ല സ്കൈ കുഞ്ഞു. മഴക്കാറുണ്ട് കുഞ്ഞു. തിരിഞ്ഞ സ്ലോ പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ വീശി. മാൽദീവ്സ് എപ്പോഴും ബീച്ചസും ഇങ്ങനത്തെ ആക്ടിവിറ്റീസും ഈ സെറേൻ റിസോർട്ട്സ് മാത്രമല്ല, ഇവിടുത്തെ ലോക്കൽ സൈഡും ഉണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു ഐലൻഡ് ആയതുകൊണ്ട് ഇവിടെ ആകെ ഉള്ളത് ഒരു 2500 പീപ്പിൾ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ് എല്ലാം.
ആൻഡ് ഞാനൊരു ഇവരുടെ ലോക്കൽ സൈഡ് കാണിക്കാം. ഇവർ താമസിക്കുന്നത് മെയിൻലി നമ്മുടെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിലോട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയൊരു വില്ലാസ് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പിലാണ്. ലൈക്ക് മേ ബി 1 bedroom 2 bedroom. അപ്പൊ നമുക്ക് കയറാനൊന്നും പറ്റിയില്ല. ആൻഡ് ഇവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സ്കൂട്ടീസ് ആണ്. എല്ലാ കുണത്ത് ചെറിയ വഴികളിൽ സ്കൂട്ടി പോകുന്നതുകൊണ്ട് ഇവരുടെ എല്ലാ വീട്ടിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി ഉണ്ടാവും. സോ ഇതാണ് ഇവരുടെ ലോക്കൽ സൈഡ്. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഈവനിങ് ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് വീട്ടിൽ വെളിയിലിരിക്കും, കസേരയിൽ വന്നിരുന്നിട്ട് ചിറ്റ് ചാറ്റ് ചെയ്യും. മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് മുസ്ലിം പീപ്പിൾസ് ആണ്. സോ നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. ലൈക്ക് അങ്ങനെ വൾഗർ ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാണ്ട് സൂക്ഷിക്കണം നമ്മളെപ്പോഴും ലോക്കൽ ഐലൻഡ്സിൽ പോകുമ്പോഴത്തേക്കും. കാരണം വി ഷുഡ് റെസ്പെക്ട് അവരുടെ ആ കൾച്ചറിനെ. അപ്പൊ ഇതൊരു ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നടന്നിട്ട് എത്താവുന്നതേ ഉള്ളൂ. ഈ ഐലൻഡിൽ തന്നെ അവിടെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, ചെറിയൊരു കുഞ്ഞു ഹോസ്പിറ്റൽ അല്ല, ക്ലിനിക് എന്ന് പറയാം, ക്ലിനിക് ഉണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം മേ ബി ടിൽ പ്രിലിമിനറി പഠിക്കാനുള്ള സ്കൂൾ സെറ്റപ്പ് ഉണ്ട്. ബാക്കിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടുന്ന് മാലേ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ ദിസ് ഈസ് എ സ്മോൾ ഐലൻഡ്. അപ്പൊ ഇത് ഐലൻഡ് ആയതുകൊണ്ട് ഇതിന്റെ ചുറ്റും മൊത്തത്തിൽ വെള്ളമാണ്. ഇൻ ബിറ്റ്വീൻ ദിസ് ഇസ് ദ ഐലൻഡ്. സോ ഇവിടുന്ന് പുറത്തോട്ട് നമുക്ക് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിലും വി ഹാവ് ടു ടേക്ക് എ ഫെറി ഓർ ബോട്ട്, ഐദർ എന്തെങ്കിലും എടുക്കണം. നമ്മൾ എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് അവരുടെ ചെറിയ കടികളോ ചെറിയ സ്നാക്സ്, കടികൾ നമ്മൾ പറയാറ് സ്നാക്ക് ഐറ്റംസ് ഓർ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണമല്ലോ. അത് എവിടെ പോയാലും, ഇപ്പം ഞാൻ കാസർഗോഡ് നിന്ന് കൊച്ചിയിലോട്ട് പോകണമെങ്കിൽ അവിടെ എന്താ ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട്, അപ്പം നമ്മളത് ട്രൈ ചെയ്യും. അതുപോലെ തന്നെ മോൾഡീവ്സിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ചെറിയ സ്നാക്സ്, സമോസ ഉണ്ട്, ചെറിയൊരു എന്താ പറയുക വട പോലെ സംഭവമുണ്ട്. എല്ലാം മേഡപ്പ് ഓഫ് ഫിഷസ് ആണ്. അപ്പം നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ഒരു 8 o'clock ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് ട്രാവൽസ് ആണ് യൂസ് ചെയ്തതെന്ന് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നമ്മൾ പോകുന്ന വഴി നല്ല റഫായിരുന്നു. സോ പ്ലീസ് ടേക്ക് യുവർ മോഷൻ സിക്നസ് ടാബ്ലറ്റ്സ് കേട്ടോ. നാട്ടിൽ നിന്ന് തന്നെ പോകുമ്പോഴത്തേക്കും വാങ്ങിയിട്ട് കൊണ്ടുപോവുക. നമ്മൾ പോകുന്ന വഴിക്ക് ഡോൾഫിൻസിനെ കാണാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണണമെന്ന് അറിയില്ല എനിക്ക്. യു ക്യാൻ സീ ഡോൾഫിൻസ് സ്വിമ്മിങ് അറൗണ്ട്. അവരൊക്കെ ഇച്ചിരി ദൂരം തന്നെയാണ്, കാരണം ബോട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ദേവർ ലൈക്ക് ജസ്റ്റ് റോമിങ് അറൗണ്ട്, നമ്മളെ ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല, ആൻഡ് ദെൻ സ്വിം ചെയ്യാനും പറ്റിയില്ല, കാരണം നല്ല റഫായിരുന്നു ഇത് സീ. ആൻഡ് ഇവർ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ദേ വർ ജസ്റ്റ് ജമ്പിങ് അറൗണ്ട്. നമ്മൾ എത്തി നമ്മുടെ ഫസ്റ്റ് അഡ്വെഞ്ചർ ആണ് സ്വിമ്മിങ് വിത്ത് ഷാർക്സ്. അപ്പോൾ ഈ കാണുന്ന ഷാർക്സ് ആണ് നേഴ്സ് ഷാർക്സ് എന്ന് പറയും ഇവരെ. കാണുമ്പോഴൊക്കെ പേടിയാവും, പക്ഷെ ലൈക്ക് ബോട്ട് നമ്മൾ ആ സ്ഥലത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും സീ ഒക്കെ ഒന്ന് ഇച്ചിരി കൂടി ക്ലിയർ ആയി, ആൻഡ് ടെമ്പറേച്ചറും നമ്മുടെ റഫ്നെസ്സും കുറച്ച് കുറഞ്ഞു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ബോട്ട് അവിടെ എത്തുന്ന സമയത്ത് ബോട്ട് ഓഫ് ചെയ്തു, കാരണം വീലിൽ അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ. സോ വീൽ ഓഫ് ചെയ്യും. വീൽ ഓഫ് ചെയ്ത് സ്ലോലി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവന്മാർ വരും. അപ്പൊ ഈ ഷിപ്പിലെ ക്യാപ്റ്റൻസും ക്രൂ എന്താ ചെയ്യുക, ഹാർബറിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവർ ഫിഷിന്റെ കുറെ ബാക്കി ഭാഗങ്ങൾ, തല, അതൊക്കെ സ്ക്രാപ്സ് ഇല്ലേ, അതൊക്കെ വാങ്ങിയിട്ട് ഇവർ ബോട്ടിൽ വെക്കും. എന്നിട്ട് ഷാർക്സിന് ഫീഡ് ചെയ്യും. അപ്പൊ ഇവന്മാർ ഈ ഫീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോട്ടിന്റെ അടുത്ത് വരുന്നത്. ഇതാണ് സെറ്റപ്പ്. അപ്പൊ നമ്മൾ ഇവന്മാരുടെ കൂടെ കൂടിയിട്ട് ജമ്പ് ചെയ്ത് സ്വിം ചെയ്യും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് അഡ്വഞ്ചർ. അപ്പോൾ എൻ്റെ ഭർത്താവും എല്ലാവരും ഗിയറപ്പ് ചെയ്തു. ഇവരാണ് ഫസ്റ്റ് സ്വിം ചെയ്യാൻ അറിയുന്നവരാണ് ആദ്യം ചാടിയത്. അപ്പൊ ആദ്യം ചാടിയിട്ട് എൻ്റെ ഭർത്താവ് ജസ്റ്റ് ഒന്ന് നോക്കി അടിയിൽ എന്താ സംഭവം. അപ്പൊ ഇത് ഈ കാണുന്നതാണ് അടിയിലുള്ള സംഭവങ്ങൾ. അവരുടെ സൈസ് എന്ന് വെച്ചാൽ ഒന്നൊന്നര സൈസാണ്. ദേ വെർ വെരി തിക്കാണ് അവരുടെ സ്കിന്ന്, ഭയങ്കര തിക്കാണ് അവരുടെ ഫിൻസ് ഒക്കെ. ആൻഡ് ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. അണ്ടർഗ്രൗണ്ട് വാസ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നൗ ഐ തിങ്ക് യു ഷുഡ് ജംപ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ കൺസോൾ ചെയ്തിട്ട് ഞാനും റെഡി ആവുമായിരുന്നു ആ ടൈമിൽ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദേ ആർ വെരി ഫ്രണ്ട്ലി ഷാർക്സ്. പക്ഷെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരെ ഇങ്ങനെ തട്ടാനോ പിടിക്കാനോ ടച്ച് ചെയ്യാനോ ഒന്നും പോവരുത്, അത് അവോയ്ഡ് ചെയ്യണം. ആൻഡ് ദെൻ അങ്ങനെ ഞാനും ജമ്പ് ചെയ്തു.
ക്രൂ ഉണ്ടായിരുന്ന കൂടെ ആ ഒരു ധൈര്യത്തിൽ ഞാനും ജമ്പ് ചെയ്ത് എൻ്റെ അഡ്ജസ്റ്റഡ് എൻ്റെ എല്ലാം മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡും സൈഡിൽ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ടു ഡു ലൈക്ക് ബെറ്റർ, പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ. ആൻഡ് ദേ വർ സോ കൺവിൻസിങ് ദാറ്റ് നമുക്ക് ആ പേടി ഒന്ന് പോയി കിട്ടും. പിന്നെ നമുക്ക് എനിക്ക് സ്വിമ്മിങ് അറിയില്ല, ആൻഡ് ഐ എം വെരി ഹൈഡ്രോഫോബിക്, നല്ല പേടിയാണ്. ബട്ട് ദേ ഹെൽപ്പ് മീ ഫ്ലോട്ട്. കുറെ റൂൾസ് ഒക്കെ പറഞ്ഞു, കൈ ഇങ്ങനെ പിടിക്കണം, താഴോട്ട് നിൽക്കരുത്, അനങ്ങരുത്, അവർ തട്ടിയാലും അനങ്ങരുത്, ജസ്റ്റ് ഫ്ലോട്ട് ആൻഡ് ലുക്ക് അപ്പ് സൈഡ്. ഡ്രോൺ മേളിൽ വരും, ഡ്രോണിനെ കണ്ട ജസ്റ്റ് സ്മൈൽ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്നെ അവിടെ നിർത്തിയിട്ട് അവർ പറഞ്ഞു ഞാനൊരു ജസ്റ്റ് 5 steps ബാക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. Can you anyone see 5 steps ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ? And they were just feeding the sharks. എൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്കും അവർ ഷാർക്സിനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഷാർക്സ് എൻ്റെ ആ ഒരു സൈഡിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിനെ കേൾക്കാൻ പറ്റുമല്ലോ. പുള്ളി ആക്ച്വലി എന്നെ കൺസോൾ ചെയ്തതാണ്, ആള് വരുന്നുണ്ട്. ആൻഡ് ആ ഡ്രോൺ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ പുൾ മീ ബാക്ക്. അയാൾ വന്നിട്ട് പുൾ ചെയ്ത് എന്നെ ബാക്കിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവര് നമ്മളടുത്ത് ചോദിക്കും ലൈക്ക് ഈസ് ഇറ്റ് ഓക്കെ, മതിയോ, അല്ല നിനക്ക് ഇനിയും കുറച്ചും കൂടി കാണണോ, അണ്ടർ വാട്ടർ കാണണോ, വാട്ട് ഇസ് ദെയർ. ഞാൻ പേടിയുള്ളത് ആളായതുകൊണ്ട്, പക്ഷെ വൺസ് നമ്മൾ ആ ഡ്രോൺ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരിയൊക്കെ പേടി കുറഞ്ഞു. ആൻഡ് ഐ തോട്ട് ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. ആൻഡ് ദെൻ ഹി വാസ് ദെയർ വിത്ത് മീ ടു ഹെൽപ്പ്. അങ്ങനെ ഞാനും കുറേ അണ്ടർ വാട്ടറിൽ കണ്ടു. എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഗോപ്രോ ഹസ്ബൻഡാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് വെരി നൈസ്, വെരി വെരി നൈസ്. അപ്പോൾ മാൽദീവ്സിൽ പോവുകയാണെങ്കിൽ പേടി ഉണ്ടായാലും സ്വിം ചെയ്യാൻ അറിയുന്നില്ലെങ്കിലും പ്ലീസ് ട്രൈ ദിസ്. ഇറ്റ്സ് വെരി 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 നൈസ് അഡ്വെഞ്ചർ. സോ ഐ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ്ഡ് ദിസ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളും വൺ ഡേ മാൽദീവ്സിൽ പോകുമ്പോഴത്തേക്കും യു വിൽ എൻജോയ് ദിസ് അഡ്വെഞ്ചർ. ഇൻ കേസ് എനിത്തിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. I would be happy to help you out in all of this. And very best for your next dream and next destination. Let it be Maldives. എൻ്റെ ഹസ്ബൻഡ് നല്ല പ്രോ ഡൈവറും സ്വിമ്മറും ആയതുകൊണ്ട് he was just roaming around, but I was always having this crew. So നിങ്ങൾക്ക് ഈ കാണുന്നത് ഇപ്പം അണ്ടർഗ്രൗണ്ടിൽ എന്താ സംഭവം എന്നാണ്. എല്ലാവരും ബിസിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഷാർക്സ് they don't mind us. അവർ നമ്മളെ നോക്കുന്ന പോലും ഇല്ല. So bye bye guys. Thank you so much for watching us. See you in the next video.